ചോറ്റാനിക്കരയിലെ പെൺകുട്ടി ദിവസങ്ങളായി വാർത്തകളിൽ നിറഞ്ഞു നിന്ന പേര്. സംശയത്തിന്റെ പേരിൽ ലഹരിക്കടിമയായ ആൺസുഹൃത്ത് ഇല്ലാതാക്കിയ ജീവിതം. എറണാകുളം ജില്ലയിലെ ചോറ്റാനിക്കരയിൽ താമസം. 1.5 വയസ്സിൽ ഇപ്പോഴത്തെ മാതാപിതാക്കൾ കോട്ടയത്തെ ഒരു സ്ഥാപനത്തിൽ നിന്ന് ദത്തെടുത്തതാണ്. എയർഫോഴ്സിലായിരുന്ന അച്ഛൻ 4 വർഷം മുൻപ് അർബുദബാധിതനായി മരിച്ചു. ദത്തെടുക്കൽ 1.5 വയസ്സിലായിരുന്നു. കാക്കനാട് രാജഗിരി അഡോപ്ഷൻ സെൻറ്ററിൽ ചെന്നിട്ട് അവിടെ ബുക്ക് ചെയ്തിട്ടാണ് എടുത്തത്. അവർക്ക് കിട്ടിയത് പാലാക്കടുത്ത് കുമ്മണ്ണൂർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തു നിന്നാണ്. ഇവിടെ തന്നെ അഡോപ്ഷൻ സെൻറ്ററിൽ നിന്ന് തന്നെ കിട്ടിയിരിക്കുന്നതാണ്. അത് 1.5 വയസ്സുള്ളപ്പോഴാണ് ഇവർക്ക് എടുക്കുന്നത്. അന്ന് കുഴപ്പമൊന്നുമില്ലായിരുന്നു, ആരോഗ്യവതിയൊക്കെ ആയിരുന്നു, പ്രശ്നമൊന്നുമില്ലായിരുന്നു. പഠിക്കാനായിട്ട് ചെറിയൊരു ലേണിംഗ് ഡിസബിലിറ്റി അവർക്ക് 2ാം ക്ലാസ്സിലാണ് ബോധിച്ചത്. അതിനുശേഷം വേറെ സ്കൂളിൽ മാറ്റി 5 മുതൽ 7 വരെ വേറെ സ്കൂളിലായിരുന്നു. ഇപ്പോൾ 20 വയസ്സ്. സ്പെഷ്യൽ സ്കൂൾ ഒളിമ്പിക്സ് ഫുട്ബോൾ മത്സരത്തിൽ വിജയി. വീട്ടുകാരും നാട്ടുകാരും ഒരുപോലെ ആഘോഷിച്ച വിജയം. 7 മുതൽ വേറെ സ്പെഷ്യൽ സ്കൂളിൽ മൂവാറ്റുപുഴയിലേക്ക് മാറ്റി. പിന്നെ ആ സമയത്താണ് സ്പെഷ്യൽ സ്കൂൾ ഒളിമ്പിക്സിലൊക്കെ പങ്കെടുക്കുന്നത്. 2023 അമേരിക്കയിലൊക്കെ പോയതാണ്. സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബം. ഇരുനില വീട്ടിൽ അമ്മയോടൊപ്പം കഴിയവെയാണ് 2021 പെൺകുട്ടിയുടെ ജീവിതത്തിൽ സങ്കട ദിവസങ്ങൾ തുടങ്ങിയത്. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടി ലൈംഗിക പീഡനത്തിന് ഇരയായതായി കണ്ടെത്തി. ഇതിൽ നിന്നൊക്കെ കുടുംബം കരകയറി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. 1 വർഷം മുൻപ് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ഫോട്ടോയ്ക്ക് കിട്ടിയ ലൈക്ക് പെൺകുട്ടിയുടെ ജീവിതം തന്നെ ഇല്ലാതാക്കി. ഇൻസ്റ്റാഗ്രാം വഴിയാന്നൊക്കെയാണ് പിന്നീട് അറിയുന്നത്. അതിനുശേഷം പിന്നെ ഇടയ്ക്ക് ഇവിടെ വരവൊക്കെ അങ്ങനെ ഒരു 5-6 മാസമായിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ നാട്ടുകാർക്ക് വേറെ ശല്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളതിൽ ഒന്നും ഇടപെട്ടില്ല. അതിനുശേഷമാണ് ഞങ്ങൾ കംപ്ലൈൻ്റൊക്കെ കൊടുക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ. ജനുവരി 25 ശനിയാഴ്ച വീട്ടിലൊറ്റയ്ക്കായ പെൺകുട്ടിയെ തേടി അനൂപ് എത്തുന്നു. പിന്നെ നടന്നത് സമാനതകളില്ലാത്ത ആക്രമണം. മറ്റു പുരുഷന്മാരുമായി പെൺകുട്ടിക്ക് ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കാനായിരുന്നു അനൂപിന്റെ ശ്രമം. പെൺകുട്ടി ചെറുത്തുനിന്നതോടെ ചുറ്റിക കൊണ്ടിടിച്ചു. ക്രൂരമായി ബലാത്സംഗം ചെയ്തു. ഒടുവിൽ സഹികെട്ട് ആത്മഹത്യാശ്രമം. ശ്വാസം മുട്ടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സെക്ഷൽ അറ്റംപ്റ്റ് നടന്നിട്ടുണ്ട്. ദേഹമാസകലം പല രീതിയിലുണ്ട്. മർദ്ദനേറ്റുണ്ട്. അറിയില്ല. ബ്രെയിൻ ഡെത്ത് ഓൾറെഡി തന്നെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വെന്റിലേറ്ററിൽ പോയത്. അപ്പോൾ ബ്രെയിൻ ഡെത്ത് ആദ്യമേ തന്നെ സംഭവിച്ചിട്ടുണ്ട്. ആ ഒരു കൃത്യസമയത്തുള്ള മെഡിക്കൽ എയ്ഡ് കൊടുക്കാത്തതാണ് പ്രധാനമായിട്ടും ബ്രെയിൻ ഡെത്ത് സംഭവിക്കാനുള്ള റീസൺ. ഇല്ല, മർദ്ദിച്ചുള്ള ആ രീതിയിൽ തന്നെയുള്ള ദേഹമാസകലമുള്ള മുറിവുകളുണ്ടായിട്ട് പറഞ്ഞിട്ടുണ്ട്. 15 മണിക്കൂറിലധികം അബോധാവസ്ഥയിൽ മുറിവുകളിൽ ഉറുമ്പരിച്ചവൾ കിടന്നു. പിറ്റേ ദിവസം ബന്ധുവാണ് അർദ്ധനഗ്നയായി ദേഹമാസകലം മുറിവുകളുമായി കുട്ടിയെ കണ്ടെത്തുന്നത്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ 6 ദിവസം വെന്റിലേറ്ററിൽ. ഒടുവിൽ കളമശ്ശേരിയിലെ മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം ടേബിളിൽ നിന്ന് വീട്ടിലേക്ക്, അവിടെ നിന്ന് തൃപ്പൂണിത്തുറ പള്ളിയിലെ കല്ലറയിലേക്കും.